ക്രിസ്ത്യൻ ക്ലാസ് റൂമുകൾ വേട്ടയാടൽ കേന്ദ്രങ്ങളായി മാറി. പഠിക്കാനും പ്രാർത്ഥിക്കാനും മാത്രം ആഗ്രഹിച്ച കുട്ടികളാണ് ഒരിക്കൽ കൂടി ഇതിന് വില നൽകുന്നത്. നൈജീരിയയിലെ മറ്റൊരു കത്തോലിക്ക സ്കൂളും തട്ടിക്കൊണ്ടുപോകലുകളുടെ നീണ്ട പരമ്പരയിലെ ഹൃദയഭേദകമായ മറ്റൊരു അധ്യായമായിരിക്കുകയാണ്. നൈജീരിയയിലെ തലസ്ഥാന മേഖലയായ അബുജയിലെ ഒരു കത്തോലിക്ക സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 100 വിദ്യാർത്ഥികളെ മോചിപ്പിച്ചു. എന്നാൽ 165 കുട്ടികളുടെ സ്ഥിതി എന്താണെന്നോ അവർ എവിടെയാണെന്നോ ഇപ്പോഴും വിവരമില്ലാത്തത് മാതാപിതാക്കളുടെയും അധികാരികളുടെയും ആഴത്തിലുള്ള ഉത്കണ്ഠയ്ക്ക് കാരണമായിരിക്കുകയാണ്. UN ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് മോചിപ്പിക്കപ്പെട്ട 100 കുട്ടികൾ ഇപ്പോൾ സർക്കാർ കസ്റ്റഡിയിലാണ്. ഇവർക്ക് വൈദ്യ പരിശോധനകളും കൗൺസിലിംഗും ഉൾപ്പെടെയുള്ള ട്രോമ കെയർ നൽകി വരുന്നു. നവംബർ 21-നാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. സെന്റ് മേരീസ് കത്തോലിക്ക സ്കൂളിലെ 303 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും സായുധധാരികൾ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. സംഭവം നടന്ന് 2 ദിവസത്തിനുള്ളിൽ 50 വിദ്യാർത്ഥികൾ അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം വീടുകളിൽ തിരിച്ചെത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ 100 കുട്ടികളെ കൂടി മോചിപ്പിച്ചത്. എന്നാൽ 165 കുട്ടികളുടെ യാതൊരു വിവരവും ലഭ്യമല്ല. ക്രിസ്ത്യൻ സ്കൂളുകളെ ലക്ഷ്യമിട്ടിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ ശ്രമങ്ങൾ നൈജീരിയയിൽ പതിവായി മാറിയിരിക്കുകയാണ്. ഈ സംഭവം ആവർത്തിക്കുന്ന ഒരു ഭീകരമായ രീതിയുടെ ഭാഗമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. 2014 ലോകത്തെ ഞെട്ടിച്ച ബോക്കോ ഹറാം സ്കൂൾ പെൺകുട്ടികളുടെ തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിന് ശേഷം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. ബോക്കോ ഹറാം എന്നൊരു തീവ്രവാദ സംഘടനയാണ്, ഇസ്ലാമിക തീവ്രവാദ സംഘടന. പലപ്പോഴും മോചനദ്രവ്യം ലക്ഷ്യമിട്ടാണ് ഇത്തരം കൃത്യങ്ങൾ നടക്കുന്നത്. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രത്യേകമായി ലക്ഷ്യമിടുന്നു എന്നതാണ് ഈ സംഭവങ്ങളിലെ ഒരു പ്രധാന പ്രത്യേകത. പഠിക്കാനും പ്രാർത്ഥിക്കാനും മാത്രം എത്തിയ കുട്ടികളാണ് ഇതിന് വലിയ വില നൽകേണ്ടി വരുന്നത്. മോചിപ്പിക്കപ്പെട്ട കുട്ടികളുടെ കാര്യത്തിൽ ആശ്വാസമുണ്ടെങ്കിലും കാണാതായ 165 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്തത് മാതാപിതാക്കളെയും രാജ്യത്തെയും വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കൂൾ കുട്ടികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾ, ലോകത്തിന്റെ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ കുട്ടികൾ തുടർച്ചയായി ഇസ്ലാമിക തീവ്രവാദികളുടെ ഇരകളാകുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. ഈ വിഷയത്തിൽ ട്രംപ് പ്രതികരിച്ചിരുന്നു വളരെ നേരത്തെ. ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദികളെ തീർക്കാൻ US സൈന്യത്തിനെ അയക്കും, ക്രിസ്ത്യാനികളെ വേട്ടയാടുന്ന ഇസ്ലാമിക തീവ്രവാദികളെ തീർക്കാൻ US സൈന്യം അയക്കുമെന്നിരുന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അതിനത്തരത്തിൽ യാതൊരു പ്രതികരണവും നടത്തുന്നില്ല. അദ്ദേഹത്തിന്റെ മറ്റ് വ്യർത്ഥമായിട്ടുള്ള പ്രതികരണങ്ങൾ പോലെ തന്നെ ഇതും അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്.